ആത്മോന്നതി, ആത്മശക്തി അതിങ്ങനെ കൈവരിക്കാൻ പറ്റും. അതിനാണ് നിങ്ങൾ സാധന അനുഷ്ഠാനം കൃത്യമായി ചെയ്യേണ്ടത്. നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ തന്നെ, നിങ്ങളുടെ കുടുംബത്തെയൊക്കെ സ്നേഹിക്കുന്ന പോലെ തന്നെ അല്പനേരം നിങ്ങളാക്കി നിലനിർത്തുന്ന ശക്തിയെ സ്നേഹിക്കാൻ നിങ്ങൾ പരിശീലിക്കണം. നിങ്ങളാക്കി നിലനിർത്തുന്ന ആരാണ്? ശരീരമാണോ? നിങ്ങളുടെ മനസ്സ് രാവിലെ ഉണർന്നു വരുന്നില്ലേ? ആ ശരീരമാണോ ഉണർത്തുന്നത്? സ്വയം ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മനസ്സിനെ ഉണർത്തുന്ന അനന്തശക്തിയുള്ള ബോധമുണ്ട്. കാരണം മനസ്സെന്ന് പറഞ്ഞാൽ ചലനാത്മകമാണ്. ഏത് ചലനത്തിനും പിന്നിൽ ഒരു പ്രേരകാത്മകമായ പ്രേരണ കൊടുക്കുന്ന അനന്തബോധമുണ്ട്, അനന്തശക്തിയുണ്ട്. ആ അനന്തശക്തിയുടെ പ്രേരണയിലാണ് ഒരു ചലനാത്മക ഊർജം ചലിച്ച് പ്രവർത്തിച്ച് വികസിച്ചും സങ്കോചിച്ചും ഇരിക്കുന്നത്. അപ്പം ആ പ്രേരണാത്മകമായൊരു അനന്തശക്തി ധ്രുവൻ പഠിപ്പിക്കുന്നുണ്ട്. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എൻ്റെ മനസ്സിനെ രാവിലെ ഉണർത്തി ആ മനസ്സിനെ സർവ്വ ഇന്ദ്രിയങ്ങളിലും ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ പ്രാണന് ശക്തി പകർന്നു തന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് കരുത്തും മോജസ്സും തേജസ്സും ശക്തിയും ഒക്കെ തരുന്ന ആ അനന്തശക്തിയെ, പരമാത്മാവിനെ, ബോധത്തെ, ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നുള്ളതാണ്.